സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു CJ ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് നമ്മുടെ ജെക്കയുടെ കല്യാണത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പോയിരിക്കുന്ന വ്ളോഗ് ഞാൻ വോയിസ് ഇല്ലാണ്ട് പിന്നീട് ഇവിടെ വന്നിട്ട് വോയിസ് ഓവർ ചെയ്തേക്കുന്ന വ്ളോഗാണ്. ഇപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് എൻ്റെ ഫോണിലാണ്. പക്ഷേ നമുക്കൊരു എക്സ്ട്രാ ഒരു അഡീഷനും കൂടി ഉണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്ളോഗ് വന്നതിന് ശേഷമായിരിക്കും കാണുന്നത്. ഞാൻ നമ്മളുടെ കാണിച്ചു തരാം ഗൈസ്, ഒരു സെക്കൻഡ്. നമ്മളുടെ ഹോഹെം iSteady XE എന്ന് പറയുന്ന ഈ ഒരു ഗിംബൽ നമ്മുടെ ഫോണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഈ ഒരു വ്ളോഗിന് ശേഷം വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലോങ് ട്രിപ്പ് പോകാൻ പോവാണ് ഗൈസ്. അപ്പം എന്തായാലും നമുക്കിതൊരു 3 പാർട്ടായിട്ട് എന്തായാലും വരും. അപ്പോൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ എന്ന് പറഞ്ഞിട്ട് പാർട്ടായിട്ടിടും. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്തും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വണ്ടി വരണം എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ബീച്ചണ്ണൻ്റെയോ നമ്മുടെ ക്രൂയിലുള്ള ആൾക്കാരുടെ കൂടി അല്ല ട്രിപ്പ് പോണത്. എൻ്റെ കസിൻസിൻ്റെ കൂടെയാണ് ട്രിപ്പ് പോണത്. കസിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആയിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താം, അമ്മേനെയും പപ്പേനെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ബഹളത്തിൻ്റെ ഉള്ളിൽ വോയിസ് എത്ര ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവരെ വഴിയെ പരിചയപ്പെടുത്താം ഗൈസ്.
ഗൈസ് അങ്ങനെ നമ്മൾ മറ്റേ ഗുഹയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ശരവണ ഭവനിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളൊരു പ്ലാനിൽ പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഏകദേശം ഒരു സമയം 4:04 എത്ര മണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5:45 ആയപ്പോഴേക്കും നമ്മൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയേക്കാണ് ഗൈസ്. അപ്പോൾ ബാക്കി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഒരു ഫുഡ്, വൈകുന്നേരത്തെ അല്ല ഒരു ഈവനിങ് ആയപ്പോഴുള്ളൊരു ഫുഡും കഴിച്ച് കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ശരവണ ഭവനിൽ നിന്ന് എവിടെ ബാക്കിൽ എവിടെയുണ്ട് അതിപ്പോൾ കാണാനില്ല. ശരവണ ഭവനിൽ നിന്ന് നേരെ ഇറങ്ങിയത് അവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഒരു സ്ഥലത്ത് മെയിനായിട്ട് നമ്മുടെ സ്റ്റേയുടെ സ്ഥലത്ത് ചെന്നിട്ട് പരിചയപ്പെടുത്താൻ കഴിച്ച്. എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ട്രാവലിങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നല്ല ഫുഡൊക്കെ അടിച്ച് ഇനി ഒരു നല്ലൊരു ഉറക്കം പാസ്സാക്കിയാൽ മതി. അപ്പോൾ വണ്ടിയിലേക്ക് കയറാണ് കഴിച്ച്. നമ്മുടെ വ്ളോഗ് വന്നപ്പോൾ മരിയയും ചിന്നും എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞു. എന്താണ് പറയാനുള്ളത് ചിന്നു? സ്റ്റൈലാണ്. പറ. പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? അതെന്താ? ഹാപ്പിയാണ്. ഇനി മരിയ വണ്ടി കയറുമ്പോ തന്നെ അടിച്ചു പൊളിക്കാനും വേളാങ്കണ്ണി പോയി കൊടൈക്കനാൽ എല്ലാ ട്രിപ്പും അടിച്ച് പൊളിച്ച് കയറാനും നിങ്ങൾക്ക് വണ്ടി. ഇനി വിടാം. ഓക്കെ. ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് ഇപ്പോൾ അതിനെ കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു 8 മണിയായപ്പോഴേക്കും നമ്മൾ തമിഴ്നാട് കടന്നു. ഇപ്പോൾ പൊട്ടൻചിത്ര അങ്ങനെ എന്താണ് പറഞ്ഞൊരു സ്ഥലത്താണ്. സ്ഥലത്തിൻ്റെ പേര് കൃത്യം അറിയില്ല. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ ഫുഡ് കിട്ടുമോ ഇല്ലെന്ന് ആദ്യം നോക്കണം, കാരണം ഇത്രയും സമയമായതുകൊണ്ട്.
അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചധികം ദൂരം കൂടി ഉണ്ട്. നമ്മുടെ വേളാങ്കണ്ണിയിലേക്കാണ് ആദ്യം നമ്മൾ പോണത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള വലിയ സ്ഥലങ്ങളിലേക്ക് പോണത്. ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. അപ്പോൾ സെൽഫ് സർവീസും കാര്യങ്ങളൊക്കെ എന്നാണ് പറയണത്. അപ്പോൾ ഫുഡ് എടുത്തിട്ട് എന്തായാലും ഇവിടെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സ്ഥലം കയറ്റിപ്പിടിച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നമ്മുടെ റയൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. എന്തായാലും വേളാങ്കണ്ണിയിലെ റൂമിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി ആൾക്കാരൊക്കെ പരിചയപ്പെടാം. ഞാൻ ആരെയും പരിചയപ്പെടുത്തിയില്ല. അപ്പോൾ എനിക്കറിയില്ല വോയിസ് എങ്ങനെയായിരിക്കുമെന്ന്. നല്ല നോയ്സും ഉണ്ടാവും. ഞാൻ മൈക്ക് എടുത്തെങ്കിലും മൈക്ക് വർക്ക് ചെയ്യണില്ല എക്സ്റ്റേണലി കൊടുത്തിട്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് റൂമിൽ ചെന്നിട്ട് പറയാം ഗൈസ്. അപ്പോൾ ഫുഡിലേക്ക് കൺട്രോൾ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഗൈസ്. അങ്ങനെ സമയം 3:45. നമ്മൾ നമ്മുടെ വേളാങ്കണ്ണിയിൽ റൂമെടുത്ത ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലത്തെ കുർബാനയ്ക്ക് ഇവിടുന്ന് രാവിലത്തെ കുർബാനയ്ക്ക് എങ്ങനെ പോകണമെന്നുള്ളത് അറിയില്ല. രാവിലത്തെ കുർബാനയ്ക്കും കാര്യങ്ങൾക്കും പോകണം എന്നാണ് പ്ലാൻ. നമ്മൾ റൂമൊക്കെ എടുത്തു. 2 റൂം എടുത്താൽ മതി എന്ന് പറഞ്ഞെങ്കിലും അവർ 3 റൂം എടുപ്പിച്ചു. ഇവിടുത്തെ ആൾക്കാർ 3 റൂം എടുത്തു. റൂമൊക്കെ സെറ്റാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നാളെ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 5 മണിയാവാൻ പോകണം എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ നമ്മൾ പയ്യനെ എല്ലാം സെറ്റാക്കിയിട്ട് പള്ളിയിൽ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും. അതൊരു നാളെ ഏകദേശം ടൈം ടു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇനി റെഡിയായി ഫ്രഷായി വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോവാണ്. അപ്പം എല്ലാവർക്കും ഞാനൊന്ന് കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞ് ഫ്രഷായിട്ട് ബാക്കി കാണാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡേ 2 ഓഫ് 5 days ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ് നമ്മളിന്ന് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടേക്ക് എത്തി. നമ്മളിവിടെ റൂം എടുത്തു, സെറ്റ് ചെയ്തു. 2 റൂമിന് വരെ 3 റൂം എടുപ്പിച്ചു, സെറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ മൈക്ക് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ച മൈക്ക് എടുത്തെങ്കിലും മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. 2 എനിക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ട് എനിക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല. അപ്പം എൻ്റെ വോയിസ് ക്ലിയർ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ പള്ളിയിൽ പോകണം. കുർബാനയുണ്ട് 9:30. ഇപ്പം മണി 8:30 ഇവിടെ നിന്നൊരു 3.5 കിലോമീറ്റർ കൂടി ഉള്ളൂ പള്ളിയിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം. നമ്മുടെ വണ്ടി ബാക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവിടെ വന്ന് തിരിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ വൈകിട്ട് ഒന്നും കൂടി നമുക്ക് അവിടെ വന്ന് കറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് വീണ്ടും കിടന്ന് ഒരു 3:30 ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങണം. അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. രാത്രി വെളുപ്പിന് 3:30. അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ കാറ്റിൻ്റെ ഇതടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നല്ല കാറ്റുണ്ട് ഗൈസ്. നമ്മുടെ കേരളത്തിലെ പോലെ അധികം ചൂടൊന്നും ഇപ്പം നിലവിലില്ല. പക്ഷേ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. രാവിലെ പള്ളിയിൽ പോയവർ പറഞ്ഞത് നല്ല ചൂട് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയിൽ പോകാം ഗൈസ്.